അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞ ഈ കാലഘട്ടത്തിലും വളരെ പതിഞ്ഞ താളത്തിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമകൾ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ടെങ്കിൽ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കുള്ളതാണ്. അഡ്രിയൻ ബ്രോഡി എന്ന് പറഞ്ഞ അഭിനേതാവിന് ഈ വർഷത്തെ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം വാങ്ങിക്കൊടുത്ത സിനിമയാണ് ദ ബ്രൂട്ടലിസ്റ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ബുഡാപെസ്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അമേരിക്കയിലെത്തിയ ലാസ്ലോ ടോത്ത് എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റ് തൻ്റെ ജീവിതം അമേരിക്കയിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയാം. പക്ഷേ ഈ പറഞ്ഞ വൺ ലൈനിനപ്പുറം സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 1950കളിൽ ആർക്കിടെക്ചറിൽ നിലനിന്നിരുന്ന ഒരു ശൈലിയാണ് ബ്രൂട്ടലിസം. അപ്പോൾ ആ ശൈലി പ്രകാരം കെട്ടിടങ്ങൾ പണിയുന്ന ആർക്കിടെക്റ്റുകളെ ബ്രൂട്ടലിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. ഈ സിനിമയിലെ ലാസ്ലോ ടോത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെയുള്ള ഒരുപാട് ആർക്കിടെക്റ്റുകളുടെ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട് എഴുതപ്പെട്ടൊരു കഥാപാത്രമാണ്. അതായത് ഇത് ഫിക്ഷണൽ സ്റ്റോറിയാണ്, പക്ഷേ നമ്മളിത് കാണുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയായിട്ട് തോന്നും. ഒരു പീരിയഡ് ഫിലിമാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു അമേരിക്കയെ കാണിച്ചിട്ടാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, പീരിയഡ് സെറ്റിംഗ് ഒക്കെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അതൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. സിനിമയുടെ കുഞ്ഞു കുഞ്ഞു ആസ്പെക്ട്സുകൾ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ സിനിമയുടെ ലെങ്ത്തിനോളം സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. 3.5 മണിക്കൂറാണ് ഈ സിനിമയുടെ ലെങ്ത്ത്. പക്ഷേ ഒരു തരത്തിൽ പോലും ബോറടിക്കാതെ ഞാൻ കണ്ടു തീർത്തൊരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ പോലും ഈ സിനിമയുടെ ഓരോ ഫ്രെയിമിനും ഓരോ സിംബോളിസം ഉണ്ട്. അതായത് പ്രതീകാത്മകത എന്നൊക്കെ പറയും. ഈ സിനിമയിൽ പറയുന്ന ഓരോ ഡയലോഗിനും സിനിമയുടെ ഓരോ ആസ്പെക്റ്റിലും ആ സിംബോളിസം അവർ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ലാസ്ലോ ടോത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം അമേരിക്കയിൽ ആദ്യമായിട്ട് എത്തുന്ന സീനുണ്ട്. സിനിമയുടെ ആദ്യത്തെ സീനാണ്. അയാൾ വെളിച്ചം കണ്ടതിന് ശേഷം ആകാശത്തേക്ക് ആദ്യം നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇങ്ങനെ നേരെ നിൽക്കുന്നതാണ്. അപ്പോൾ അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് അമേരിക്കയിലേക്ക് കൊടിയേറിപ്പാർത്ത് ഒരു ബെറ്റർ ലൈഫ് ഡ്രീം കാണുന്ന, അതിനെപ്പറ്റി ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിജയിച്ച ആൾക്കാരെ പറ്റി ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അമേരിക്കൻ ഡ്രീമിൻ്റെ മറ്റൊരു സൈഡും കൂടി ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ് ഈ ദ ബ്രൂട്ടലിസ്റ്റ്. അതായത് ഈ ലാസ്ലോ ടോത്ത് വന്നിറങ്ങി ആദ്യം കാണുന്ന ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പെട്ടെന്ന് ഫ്രെയിം ഒന്ന് തിരിഞ്ഞ് തലകീഴായി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഈ സിനിമയുടെ ചില പോസ്റ്റേഴ്സ് ശ്രദ്ധിച്ചാലും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ തലകീഴായി കാണിച്ചിരിക്കുന്നത് കാണാം. അതായത് ദ അമേരിക്കൻ ഡ്രീമിനെ പോസിറ്റീവായിട്ട് മാത്രം കാണാതെ അതിൻ്റെ മറ്റു വശങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമ കൂടിയാണ് ദ ബ്രൂട്ടലിസ്റ്റ്. പോസ്റ്ററുകളിൽ നിന്ന് തന്നെ ആ സിംബോളിസം അവർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ പല കഥാസന്ദർഭങ്ങളിലും ചില ക്യാരക്ടേഴ്സൊക്കെ അവർ ഒരാളാണെന്ന് പ്രിട്ടൻഡ് ചെയ്തിട്ട് സംസാരിക്കുകയും പിന്നീടൊരു സാഹചര്യം വരുമ്പോൾ അവരങ്ങനെയല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ പണം, പ്രതാപം, പ്രജുഡിസ് തുടങ്ങിയ കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള അമേരിക്കൻസിനും അതുപോലെ തന്നെ കുടിയേറിപ്പുറത്ത ആൾക്കാർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ വളരെ സിംബോളിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ സീനുണ്ട്. ഇതൊരു സ്പോയിലറായിട്ട് നിങ്ങൾ എടുക്കണ്ട. കാരണം ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ സിനിമ കാണുമ്പോൾ ഓർമ്മ പോലും വരില്ല. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടൈം ലൈനിൽ രണ്ടുപേര് തമ്മിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ആ രണ്ടുപേർ ആരാന്നും കൂടി നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അത്രയും ഓത്തൻറ്റിക്കലി നാച്ചുറലി പ്ലേസ് ചെയ്തൊരു സീനാണ്. ഞാനത് പറയാൻ കാരണം ആ സംഭവം നടക്കുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നതാണ്. അത് നടക്കുന്ന സ്ഥലം പ്രകൃതിയെ മനുഷ്യൻ അത്രമേൽ ചൂഷണം ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഇരുണ്ട സ്ഥലത്ത് വെച്ചിട്ടാണ്. അതായത് അതുപോലും സിംബോളിക്കലിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രതീകാത്മകമായ ഫ്രെയിമുകളും കഥാസന്ദർഭങ്ങളുള്ള സിനിമയാണിത്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ഫാമിലിയിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റഡായി അമേരിക്കയിലെത്തി അവിടുത്തെ നാട്ടിലെ ജനതയുടെ കൾച്ചറുമായി ഒത്തുചേർന്ന് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ കഥയാണ്. ആ കഥാപാത്രമായ ലാസ്ലോ ടോത്തിനെയാണ് അഡ്രിയൻ ബ്രോഡി ഇതിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇമോഷണലി ഒരുപാട് റോളർ കോസ്റ്റർ റൈഡിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണ്. ശരിക്ക് അഡ്രിയൻ ബ്രോഡി ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മറ്റേ അഭിനയിക്കല്ല ജീവിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തരുത്. ഇതൊരു ആക്ടിങ് മാസ്റ്റർ ക്ലാസ് ആണെന്നൊക്കെ പറയാം. അതായത് ഒരു കഥാപാത്രത്തിനെ എങ്ങനെ 100% ഉൾക്കൊണ്ട് അയാളായിട്ട് ബിഹേവ് ചെയ്യാം എന്നതിന്
ഈ ഒരു കഥാപാത്രത്തിന് എടുത്തു കൊടുത്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും. അത്രയും ബ്രില്യൻ്റ്ലി അങ്ങേര് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്ത എല്ലാ സിനിമകളും കണ്ടിട്ടില്ല, വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. എന്നാൽ പോലും ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ അത് ടോട്ടലി ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നി. അത്രയും ഗംഭീരമായിട്ടാണ് മൂപ്പര് ആ റോൾ ചെയ്തിരിക്കുന്നത്. ഈവൻ ആ ആക്സെന്റ് വരെ, ഇദ്ദേഹം ഒരു ജൂതനാണ്, വേറെ രാജ്യത്ത് നിന്ന് വരുന്ന ആളാണ്. അഡ്രിയൻ ബ്രോഡിയുടെ ശരിക്കുള്ള ഇംഗ്ലീഷ് കേട്ടാൽ അടിപൊളിയാണ്. പക്ഷെ ഇദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്സെന്റ് ഒക്കെ ആ കഥാപാത്രത്തിന് ചേർന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇതിന്റെ ജഡ്ജ് നമുക്കാവാൻ പറ്റും. നമ്മൾ അവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല, നമ്മൾ ജൂവിഷും അല്ല. അപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് ഒരു പുൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ടോട്ടലി ഉള്ള ക്രിറ്റിസിസം വെച്ച് നോക്കുമ്പോൾ അഡ്രിയാൻ ബ്രോഡിക്ക് പ്രശംസ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വളരെ ഗംഭീരമായിട്ട് വർക്കായ ഒരു സിനിമയാണ് ദ ബ്രൂട്ടലിസ്റ്റ്. ഈസിലി വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസിന്റെ ലിസ്റ്റിലേക്ക് ഈ പടം കയറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇതിനൊരു ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് രണ്ട് കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, രണ്ട് ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, അതെങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ ഇമോഷൻസ് ഡീപ്ലി ഫ്രം ദ ബോട്ടം ഓഫ് ദെയർ ഹാർട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അത് അത്ര ഇമോഷണലി രണ്ട് കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അവർ രണ്ട് ആക്ടേഴ്സ് അഭിനയിക്കാൻ തോന്നില്ല. അങ്ങനെയുള്ള സംഭാഷണ ശകലങ്ങൾ ഒരു കഥയും കഥാപാത്രത്തെയും കഥാസന്ദർഭത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കിക്ക് കിട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരുന്ന് കാണാം. അപ്പോൾ ഇത് സ്ലോ പേസ് ആണെന്നോ, ഇതിന് സ്പീഡില്ലാന്നോ, ഇത് ബോറിംഗ് ആണെന്നോ, ലാഗ് ആണെന്നോ ഒന്നും നിങ്ങൾക്ക് തോന്നില്ല. നമ്മൾ ശരിക്കും വളരെ ഇമ്മേഴ്സ്ഡ് ആയിട്ട് ആ കഥാസന്ദർഭത്തിൽ ഇരിക്കും. അങ്ങനെയുള്ളൊരു പടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് കണ്ടു നോക്കുക, എന്തായാലും വർക്കാവും. അടുത്തൊരു സിനിമയായിട്ടും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ കാണാം.